നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ. സ്നേഹമാകുന്ന ദീപമോ എൻ്റെ കാതിനിണയാകണേ. സത്യമെന്നുള്ള ശീലയോടെൻ്റെ ശാന്തി അറിയണമേ. സ്കൂൾ മാനേജർ തോമസ് നാഗപറമ്പിലച്ച, തിരുവമ്പാടിയുടെ ഡോക്ടർ സ്നേഹബഹുമാന്യനായ പി മത്തായി സാറ്, പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ലിസി എബ്രഹാം, സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ അമൽ പുരയിടത്തിലച്ച, പി ടി എ പ്രസിഡന്റ് അനീഷ്, MPTA പ്രസിഡന്റ് സബിത, പ്രിയപ്പെട്ട തങ്കമ്മ ടീച്ചർ, സ്നേഹമുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, ഇതൊരു ദീർഘമായ മീറ്റിങ്ങിന് പറ്റിയ സമയമല്ല. നിങ്ങളെല്ലാം നിയന്ത്രണം വിട്ട് ഈ കേക്കിലേക്കും ഒക്കെ കടന്നു വരുമോ എന്ന ആശങ്കയിലാണ് 7ാം ക്ലാസ്സുകാരെ മുമ്പിൽ ഒരു വട്ടം നിർത്തിയത്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 75ാം വാർഷികത്തിൽ വളരെ വ്യത്യസ്തതയിൽ നാം ഈ വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. വൈവിധ്യങ്ങളിലൂടെ നാടിനെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നന്മയിലേക്ക് വഴി നടത്താനുള്ള വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ക്രിസ്മസ് ആഘോഷം. നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് കൂടിയായ വിജേഷ് ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണി മുതൽ 3 മണി വരെ ഈ കൂട്ടുകാരോടൊപ്പം 7-8 സഹപ്രവർത്തകർക്കൊപ്പം വന്ന് ഇവിടെ വെച്ച് നിർമ്മിച്ച ഒരു കേക്കാണ് നമ്മുടെ മുമ്പിലിരിക്കുക. ഒരു ഭീമൻ കേക്ക് മുറിച്ചുകൊണ്ട് ഈ 75ാം വാർഷികത്തിലെ ക്രിസ്മസ് സമുചിതമായി ആഘോഷിക്കുക എന്നത് അധ്യാപകരുടെയും രക്ഷകത്വ സമിതിയുടെയും ചിന്തയുടെ ഫലമാണ്. ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ഉണ്ണി യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മകളാണ് ഈ നാട്ടിലെങ്ങും അലയടിക്കുന്നത്. അതിൻ്റെ പ്രതീകങ്ങളാണ് പുൽക്കൂടുകളും നക്ഷത്രങ്ങളും കരോൾ ഗാനങ്ങളും കരോൾ സംഘങ്ങളും എല്ലാം. വർണ്ണാഭമായ ഈ കാഴ്ച ലോകത്തിന് സമ്മാനിക്കുന്നത് സമാധാനമാണ്. നല്ല മനസ്സുള്ള എല്ലാ വ്യക്തികൾക്കും സമാധാനം ആശംസിക്കുന്ന, സമൃദ്ധി ആശംസിക്കുന്ന ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നാളെ പാതിരാവിൽ ആരംഭിക്കുകയാണ്. ഇന്ന് പരീക്ഷയ്ക്ക് ശേഷം സ്കൂൾ അടയ്ക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ നന്മയുടെയും സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉണർത്തുപാട്ടായി ഓരോ ക്രിസ്മസും ഓരോ തിരുപ്പിറവിയും മാറുമ്പോഴാണ് ഈ നാട്ടിൽ നന്മ മരങ്ങൾ പൂത്തുലയുന്നത്. അതിനുള്ള വേദിയായി ഈ വിദ്യാലയത്തിലെ ഈ നാടിൻ്റെ അക്ഷരത്തറവാട് ഈ നാടിന് മുമ്പിൽ ഈ നന്മയും ഈ സൗകുമാര്യതയും ഈ സാഹോദര്യവും അവതരിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടക്കുക. എല്ലാ മതങ്ങളും പറയുന്നത് നന്മയാണ്, നന്മയിലേക്കുള്ള പാതയാണ് മതങ്ങൾ. ആ നന്മയെ കാക്ഷിക്കാൻ ഇളം പ്രായത്തിൽ തന്നെ നമ്മുടെ കുട്ടികളെ പര്യാപ്തരാക്കുക, സന്നദ്ധരാക്കുക, പരിശീലിപ്പിക്കുക എന്ന ശ്രമകരമായ ദൗത്യത്തിൻ്റെ ഒരു പ്രകടനമാണ് ഈ ക്രിസ്മസ് ആഘോഷം. അതുകൊണ്ട് നന്മ, സമൃദ്ധി, സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും പരസ്പരം സ്നേഹിക്കാനും നാടിന് നന്മയാകാനും എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ കഴിയട്ടെ. 2023 സമൃദ്ധി നിങ്ങളുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ വർഷമായി തീരട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും സ്നേഹ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഏറ്റവും ആദരണീയനായ തോമസ് നാഗപറമ്പിലച്ചനാണ്. 2-3 സ്കൂളുകളുടെ മാനേജരാകുമുണ്ടാവുന്ന സമ്മർദ്ദം ഇവിടുത്തെ മാനേജർമാർക്കുണ്ട്. എന്തായാലും എൻ്റെ നിർബന്ധത്തെ വഴങ്ങി അച്ഛൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇരിക്കുമ്പോഴും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെയാണ് അച്ഛൻ്റെ ഉള്ളിൽ. അവിടെയും എത്തണമല്ലോ. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദം പങ്കുവെക്കുന്ന, എൻ്റെ മനസ്സറിയുന്ന, എന്നോടൊപ്പം ഏതാണ്ട് 20-ലധികം വർഷമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന, എൻ്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും പ്രവൃത്തിപഥത്തിലെത്തിക്കാൻ നിഴൽ പോലെ എന്നോടൊപ്പമുള്ള ഈ നാടിൻ്റെ ആത്മീയ നേതൃത്വം സ്നേഹ ബഹുമാന്യനായ തോമസ് നാഗപറമ്പിലച്ചനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആരെയെന്ന ചിന്ത വന്നപ്പോൾ, ഞാനിവിടെ വന്നിട്ട് 9 വർഷമായി.
ഔദ്യോഗികമായ ഒരു പരിപാടിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മാമച്ചൻ ഡോക്ടറിനെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പല അധ്യാപകരും പറഞ്ഞു നമ്മുടെ ഡോക്ടർ ഇതുവരെ ഇവിടെ വന്നില്ല. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് എൻ്റെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് ഡോക്ടർ മാമച്ചൻ. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠൻ വേദിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷം അനുജൻ എന്ന നിലയ്ക്ക് എനിക്കുണ്ട്. ഈ നാട്ടിൽ ഏറെ വർഷങ്ങളായി മാതൃകാപരമായി വിദ്യാഭ്യാസം നടത്തി നമ്മുടെ ഹൈസ്കൂളിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് ശ്രദ്ധിക്കപ്പെട്ട വിജയം കൈവരിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ബിരുദം നേടി മറ്റെങ്ങും പോവാതെ ഈ നാടിൻ്റെ ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ എത്രയോ വർഷങ്ങളായി തൻ്റെ MBBS കാലം മുതൽ സാധ്യതകളുടെ വലിയ ലോകമുണ്ടായിട്ട് തിരുവാമ്പാടിയെ പുൽകി തിരുവാമ്പാടിയിലെ ജനങ്ങളോടൊപ്പം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടൊപ്പം പ്രത്യേകിച്ച് തുടക്കകാലത്തൊക്കെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ പോയി ആശുപത്രിയിൽ പ്രത്യേക വാർഡുകൾ സൃഷ്ടിച്ച് ഒക്കെ ഈ നാടിൻ്റെ സാധാരണക്കാരുടെ ഡോക്ടറായി ജനകീയനായി തിരുവാമ്പാടിയിൽ തിളങ്ങുന്ന പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ PM മത്തായി സാറിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. ഡിസ്ചേഞ്ച് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, നമ്മുടെ വാർഡ് മെമ്പർ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി എപ്പോഴും നമ്മുടെ കൂടെയുള്ള ലിസ്റ്റേജ് സുസ്മേരവദനയായി ഇന്നുണ്ട്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട അനീഷ്, ഒരു സൗമ്യ സാന്നിധ്യമായിട്ട് എൻ്റെ കൂടെ എപ്പോഴുള്ള PTA പ്രസിഡന്റ്, കലാകാരൻ, സ്നേഹപൂർവ്വം സ്വാഗതം. സബിത സന്തോഷത്തോടെ ഈ പരിപാടിയിൽ നമ്മുടെ കൂടെയുണ്ട്. MPTA പ്രസിഡന്റ്, ഇടയ്ക്കിടയ്ക്ക് അടുക്കള വിശേഷം അന്വേഷിക്കാൻ ഓടി വരുന്ന ആളാണ്. സ്നേഹപൂർവ്വം സ്വാഗതം. എന്നോടൊപ്പം ഈ വർഷം സർവീസിന് വിരമിക്കുന്ന പ്രിയപ്പെട്ട തങ്കമ്മ ടീച്ചറാണ് ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത്. ആദരപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട അമലച്ചൻ, അസിസ്റ്റന്റ് മാനേജർ എന്ന നിലയിൽ നാളുകളിലെ സ്കൂൾ മാനേജറായി മാറേണ്ട അദ്ദേഹം ഈ പള്ളിയിൽ നിന്നും ചുറ്റുമുള്ള പാഠശാലകളിൽ നിന്നും അനുഭവങ്ങളുടെ അറിവുകളുടെ കൂമ്പാരം ശേഖരിക്കാൻ നമ്മളോട് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഈ വിദ്യാലയത്തിൽ ഓടിയെത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വൈദിക ജീവിതത്തിലെ ആദ്യ വർഷം തിരുവാമ്പാടിയിലാണ്. ഒരുപാട് അനുഭവങ്ങളുമായി മിക്കവാറും ജനുവരി മാസത്തിൽ അദ്ദേഹം ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അമലച്ചനോട് ഒരു വാക്ക് നന്ദി കൂടി പറയാനാണ് ഞാൻ അവസാനത്തിലേക്ക് വെച്ചത്. ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ ഓടി വന്നു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കുട്ടികളുമായി സംവദിക്കാൻ, വ്യത്യസ്ത പരിപാടികൾ അധ്യക്ഷനായി, ആശംസാ പ്രസംഗകനായി ഒക്കെ ഉണ്ടായിരുന്നു. തിരുവാമ്പാടിയിലെ ഈ ആദ്യ വിദ്യാലയം അങ്ങേക്ക് നല്ല അനുഭവങ്ങൾ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന്, സഹകരണത്തിന് ഈ വിദ്യാലയത്തിൻ്റെ പേരിൽ, കുട്ടികളുടെ പേരിൽ, രക്ഷിതാക്കളുടെ പേരിൽ അങ്ങയോട് ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ച് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ എപ്പോഴും ഓടിയെത്തുന്നവരാണ്. കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ. സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ പൂർണ്ണമുറക്കവുമില്ലാതെ ഈ പാതിരാത്രിയിലും ഈ കേക്കിന് കാവിലിരുന്നുമൊക്കെ വിദ്യാലയത്തെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ഈ നാടിനെയും സമൃദ്ധിയിലേക്ക് നയിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, പറഞ്ഞാൽ തീരാത്ത 9 വർഷത്തെ കടപ്പാട് നിങ്ങളോടും ഞാൻ അറിയിക്കുകയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികൾ, ഈ വർണ്ണ തുമ്പികളാണ് മുക്കം ഉപജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാലയമായി ഈ വിദ്യാലയത്തെ നിലനിർത്തുന്നത്. 1500 കടന്ന കുട്ടികളുടെ എണ്ണം മറ്റൊരു വിദ്യാലയത്തിനും മുക്കം ഉപജില്ലയിൽ അവകാശപ്പെടാനില്ല. ഈ സമൃദ്ധിയാണ് ഈ നാടിൻ്റെ സമൃദ്ധി, ഈ വിദ്യാലയത്തിൻ്റെ സമൃദ്ധി. നാളെയുടെ പ്രതീക്ഷ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഫാസിലും ടീം അംഗങ്ങളും ഒക്കെ ഇവിടെ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. രക്ഷിതാവുന്നതിനപ്പുറം ഈ വിദ്യാലയത്തെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള പ്രിയ സുഹൃത്ത് ഫാസിലിനും ടീമിനും മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആദരണീയനായ നാഗപറമ്പിലച്ചനെ സ്നേഹപൂർവ്വം. മനോഹരമായ മറ്റൊരു ക്രിസ്മസ് കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ UP സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറുന്ന ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിനായി ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന ഈ തിരുവാമ്പാടിയുടെ സ്വന്തം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ഈ തിരുവാമ്പാടിയുടെ ഏറ്റവും ജനകീയ എന്ന് നമ്മളെന്ന് പറഞ്ഞ് ആദരിക്കുന്നു നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട മാമച്ചൻ ഡോക്ടർ, പ്രിയ ബഹുമാനപ്പെട്ട അമലച്ചൻ, ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പ്രിയപ്പെട്ട അഗസ്റ്റിൻ സാർ, വേദിയിലെ സന്നിഹിതനായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി ലിസി,
PGA പ്രസിഡന്റ് പ്രിയപ്പെട്ട അനീഷ്, MPGA പ്രസിഡന്റ് സബിത, നമ്മുടെ പ്രിയതരയായ തങ്കമ്മ ടീച്ചർ, ഇവിടെ എന്നെ കേൾക്കുകയും എന്നെ കേൾക്കാതിരിക്കുകയും ചെയ്യാം എന്നുള്ളതായിരിക്കും കൂടുതലും എനിക്ക് തോന്നുന്നു. പ്രിയമുള്ള അധ്യാപകരെ, പ്രിയമുള്ള വാത്സല്യമുള്ള കുട്ടികളെ, ഈ കേക്ക് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വലിയ ഒരു പ്രലോഭനമായിട്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മളെ കേൾക്കാൻ പറ്റുന്നത് എന്ന ആശങ്കയും എൻ്റെ മനസ്സിലുള്ളത്. എത്രയും വേഗം ഇത് മുറിച്ച് തിന്നാലല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ആശങ്ക അവസാനിക്കില്ല. അതുകൊണ്ട് ഇത് എത്രയും വേഗം മുറിക്കാനായിട്ടുള്ള ഏർപ്പാട് നമുക്ക് ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ക്രിസ്തുമസ് കാലം നേരുകയാണ്. ക്രിസ്തുമസ് വലിയ സന്തോഷത്തിന്റെ ഒരു സന്ദർഭമാണ് എന്നത് സൂചിപ്പിക്കുന്നത് ഈ കേക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനാണ്. നക്ഷത്ര വിളക്കുകളും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഇങ്ങനെ നോക്കിയിട്ടിരിക്കുന്ന ബലൂണുകളും കൊടി തോരണങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊരു വലിയ സന്തോഷത്തിന്റെ സന്ദർഭമാണ് എന്ന് തന്നെ. എന്താണ് ക്രിസ്തുമസ് നമുക്ക് നൽകുന്ന സന്തോഷമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. ദൈവം ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലാണല്ലോ ക്രിസ്തുമസ്. അത് തീർച്ചയായും നമുക്ക് വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മെപ്പോലെ ഒരുവനായി നമ്മോടൊപ്പം ദൈവം നമ്മോടുകൂടെ എന്ന പേരിൽ വിളിക്കപ്പെട്ട ഒരു യേശു വന്നു എന്നുള്ളതാണ്. ആ യേശു ഈ ലോകത്തെ രക്ഷിക്കാൻ വന്നു എന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർ പറയും. അതാണ് ഈ സന്തോഷത്തിന്റെ കാരണം. അഗസ്റ്റിൻ സാറിവിടെ സൂചിപ്പിച്ചു, ഈ ക്രിസ്തുമസ് നമുക്ക് നൽകുന്നത് വലിയ സമാധാനത്തിന്റെ, ശാന്തിയുടെ സന്ദേശമാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞതാണിത്: ഈ ഭൂമിയിൽ സന്മനസ്സുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ടിതാ ദൈവത്തിന്റെ പുത്രൻ, ദൈവം തന്നെ ഈ ഭൂമിയിൽ അവതരിക്കുന്നു. ദൈവം മനുഷ്യനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ അടയാളമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് ക്രിസ്തുമസ് നൽകുന്ന ഒരൊറ്റ സന്ദേശം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട്, അതെല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണ്. ഒരു മനുഷ്യനും പരസ്പരം വെറുക്കുവാൻ പാടില്ല, ഒരു മനുഷ്യനും പരസ്പരം ശത്രുവായിരിക്കാൻ പാടില്ല. മനുഷ്യനെ സ്നേഹിക്കണം. കാരണം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന തന്റെ ദൈവത്വം മാറ്റിവെച്ചിട്ട് ഈ മനുഷ്യനെ പോലെയായി തീരുവാൻ വേണ്ടി അത്രയും ദൈവം മനുഷ്യനെ സ്നേഹിച്ചെങ്കിൽ ഈ മനുഷ്യന് പരസ്പരം സ്നേഹിക്കണം. മതത്തിന്റെ പേര് പറഞ്ഞ്, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ്, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേര് പറഞ്ഞ് ഒരു മനുഷ്യനും മനുഷ്യനെ ദ്രോഹിക്കാൻ പാടില്ല എന്ന ക്രിസ്തുമസിന്റെ മഹനീയമായ, ഉദാത്തമായ, ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം നിങ്ങൾക്കുള്ള സന്ദേശമായി നൽകിക്കൊണ്ട് ഈ ക്രിസ്മസിന്റെ ആഘോഷങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്നതിനുള്ള സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കുമായി വീതം വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏറ്റവും ആദരണീയനായ സ്നേഹം നിറഞ്ഞ നമ്മുടെ സ്കൂൾ മാനേജർ തോമസ് നായർ, ഇതെല്ലാം ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ച നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായ അഗസ്റ്റിൻ സാറ്, അമലച്ചൻ, മറ്റ് ഇതിൽ സംഘടിപ്പിച്ച ടീച്ചേഴ്സ്, PTA മെമ്പേഴ്സ്, സ്നേഹം നിറഞ്ഞ കുട്ടികൾ. അച്ഛൻ പറഞ്ഞതുപോലെ ഈ കുട്ടികൾക്ക് ഇത് കേൾക്കാനും സംസാരിക്കാനുള്ള അവസ്ഥയിലല്ല ഇപ്പോൾ. പക്ഷെ അത് എന്നാലും ഇതിൻ്റെ ആഘോഷത്തിന് തിളക്കം കുറയുന്നില്ല. സ്കൂളിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്ര വലിയൊരു വ്യത്യസ്തമായ, വളരെ എല്ലാവർക്കും ഒരു വ്യത്യസ്തത തോന്നുന്ന അതുല്യമായ ഒരു ആഘോഷം, ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ കെട്ടും മട്ടും കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ആഘോഷമാണ്. സാധാരണ മീറ്റിംഗ് പോലെ ഓഡിയൻസായിട്ടോ സംഘടനകളൊന്നും അല്ലാതെ എല്ലാവരും ചുറ്റും നിന്ന് ആർപ്പ് വിളിച്ച് ഒരു ആഘോഷത്തിൻ്റെ എല്ലാം കെട്ടുമട്ടുമുള്ള ഒരു സംഭവം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഇതിൻ്റെ ആശയം വന്നത് എന്തായാലും അഗസ്റ്റിൻ സാറിൻ്റെ മനസ്സിൽ നിന്നായിരിക്കും. എൻ്റെ ഒരു അനുജനെന്ന് പറഞ്ഞ ആയതുകൊണ്ട് മാത്രം പറയുകയല്ല, വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഇതേ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ വളരെ എല്ലാവർക്കും ആഘോഷത്തോടെ സംഘടിപ്പിച്ച അഗസ്റ്റിൻ സാറിനും സഹപ്രവർത്തകർക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും എൻ്റെ
എല്ലാ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. നാഗപ്പറമ്പിലച്ച, ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ അഗസ്റ്റിൻ സർ, ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട PM മത്തായി സർ, ബഹുമാനപ്പെട്ട അമലച്ച, സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് അനീഷ്, സബിത, തങ്കമ്മ ടീച്ചർ, ഈ സേക്രട്ടേറിയറ്റ് UP സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും വരാനിരിക്കുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സ്നേഹമുള്ള നന്മ നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ള നവറമ്പലച്ച, ഏറ്റവും സ്നേഹമുള്ള മാമച്ചൻ ഡോക്ടറെ, അഗസ്റ്റിൻ സാർ, ലിസി ചേച്ചി, അനീഷ് ചേട്ട, ശബിത ചേച്ചി, തങ്കമ്മ ടീച്ചറെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളിന്നായിരിക്കുന്നത്. ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കട്ടെ. നമ്മുടെ കേക്കും ട്രീകളും പുൽക്കൂടും ക്രിസ്മസ് പപ്പായും എല്ലാം ഈ സന്തോഷം നൽകുന്നതാണ്. ക്രിസ്മസ് എന്നും സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കട്ടെ എന്ന് മനസ്സിലാക്കുന്നു. ഈ കേക്കിൻ്റെ മാധുര്യം പോലെ നിങ്ങളുടെ ക്രിസ്മസും വരാനിരിക്കുന്ന പുതുവത്സരവും എല്ലാം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ സമയമായിരിക്കട്ടെ. നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏറ്റവും ഹൃദയപൂർവ്വം നേരുകയും ചെയ്യുന്നു.
കുരുളായി ഇമ്മറുവേലിന്റെ അവതാരം ആത്മീയ ജീവന്റെ അമരായി ആവാപിതാവിന്റെ സമ്മാനം ഉണ്ണീശുവിന് പൊന്നുവീരയായി എന്റെ ജീവിതം ഞാൻ നീക്കി വയ്ക്കുന്നിതാ. മഴയുടെ നനയുടെ സുഖതരമാനന്ദ മകതാരി പുൽക്കൂട് വിരിയുമ്പോഴാനന്ദം ആനന്ദ മലതാരി വിരിനീരു മറയുമ്പോഴാനന്ദം. ക്രിസ്മസ് ട്രാവൽ ക്രിസ്മസ് ട്രാവൽ ക്രിസ്മസ് ട്രാവൽ ക്രിസ്മസ് ട്രാവൽ കണ്ണീര് തൂകുന്ന പാവങ്ങളെല്ലാം ഒന്നിച്ചു പാടുന്നിതാ. മനവൈര്യം മറയുമ്പോൾ മെറി ക്രിസ്മസ് മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്. പാവങ്ങൾക്കൊരു നേരമാഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസ്. ഈശ്വരന്റെ പേരിൽ ചോര ചിന്തുന്നുവോ സ്നേഹലാളനങ്ങൾ വിസ്മരിക്കുന്നുവോ ആനന്ദ മകതാരി പുൽക്കൂട് വിരിയുമ്പോഴാനന്ദം.
soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got into a drifted bank and we got upside. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Now the ground is white, so go it while you're young. Take the girls tonight and sing the sleighing song. Just get a bobtail nag, 240 for his speed. Then hitch him to an open sleigh and crack, you'll take the lead. Oh, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. ഒരു കഥ പറഞ്ഞു തരാമോ? ഇന്നെന്റെ കുഞ്ഞിന് വ്യത്യസ്തമായ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണീശോയുടെ കഥ. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യോദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. ഉണ്ണീശോയുടെ മമ്മയുടെ പേര് എന്താണെന്നറിയോ? മറിയം. അപ്പയുടെ പേരോ? ജോസഫ്. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സമയം, അതായത് വിവാഹത്തിന് മുൻപ്, ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു: മറിയമേ, നീ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ദൈവപുത്രനായ ആ കുഞ്ഞിന് ഈശോ എന്ന് പേരിടണം. എന്നും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ആഗ്രഹിച്ച അമ്മ പറഞ്ഞു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങനെ ഏതാനും നാളുകൾക്ക് ശേഷം നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് അവർ ഒരു യാത്ര നടത്തി. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. എന്ത് ചെയ്യും? അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. എന്നിട്ട് മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു: സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. അവരാണ് ഉണ്ണീശോയെ ആദ്യം കണ്ടത്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗരസ്ത്യ ദേശത്ത് നിന്നു വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ഉണ്ണി കിടക്കുന്ന സ്ഥലത്തിന്റെ മുകളിൽ വന്ന് നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കുന്തിരിക്കം കാഴ്ച കൊണ്ടുവന്നു, മീറയും സ്വർണ്ണവും കൊണ്ടുവന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുഞ്ഞെ, സന്മനസ്സുള്ളവരിലാണ് ഈശോ വരുന്നത്. നല്ല മനസ്സുണ്ടാവട്ടെ എൻ്റെ കുഞ്ഞിന്. എന്തെന്നാൽ സന്മനസ്സുള്ളവർക്കാണ് സമാധാനം. സംഗീതമേള വരൂ വരൂ, ദേവൻ പിറന്നിതാ. തൊഴാനാഥൻ പിറന്നിതാ. ആടേ രാജാക്കൾ